ഇനി നമ്മൾ നോക്കുന്നത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. അത് സെക്ഷൻ 5 പറയുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്? നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അല്ലാത്ത എല്ലാം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. അതായത് പേയ്മെൻറ്റ്സ് ഇൻ ദി കോഴ്സ് ഓഫ് ഓർഡിനറി കോഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ്, other services such as short-term banking and credit facilities in the ordinary course of business. അതായത് ഓർഡിനറി കോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തിയാൽ, അതായത് ഫോറിൻ ട്രേഡിൻ്റെ ഭാഗമായിട്ട്, ഇല്ലെങ്കിൽ ഷോർട്ട് ടൈം ബാങ്കിങ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പേയ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഓർ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പിന്നെ എന്തെങ്കിലും ലോൺസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എന്തെങ്കിലും എബ്രോഡിൽ താമസിക്കുന്ന നമ്മുടെ പേരൻസോ സ്പൗസോ ചിൽഡ്രനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഇവിടെ നിന്നുകൊണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ലാസ്റ്റത്തെ പോയിൻറ്റ്സാണ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രാവൽ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഈ റെസിഡൻ്റ് എന്ന് പറയുന്ന ആൾ, ഇന്ത്യൻ റെസിഡൻറ്റിന് ഫോറിൻ ട്രാവലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസസോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കറണ്ട് അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 3, ആൻ ഇന്ത്യൻ റെസിഡൻറ്റ് ഇമ്പോർട്ട് മെഷീനറി ഫ്രം എ വെൻഡർ ഇൻ UK ഫോർ ഇൻസ്റ്റാളിങ് ഇൻ ഹിസ് ഫാക്ടറി. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഒരു മെഷീനറി ഒരു UK വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മെഷീനറി വാങ്ങി അത് ഇവിടെ ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി. ആസ് പെർ അക്കൗണ്ട് ആൻഡ് ഇൻകം ടാക്സ് ലോ, മിഷനറി ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ഇൻകം ടാക്സ് ലോയിലും അക്കൗണ്ട്സിലും ഒക്കെ ഈ അസറ്റ് വാങ്ങുക, ഈ മിഷനറി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫെമയിൽ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ആൻ അസറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ UK വെൻഡർ. അതായത് ഈ ഇന്ത്യൻ റെസിഡൻറ്റ് UK വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങി, അപ്പം UK വെൻഡറിന് ഇന്ത്യയിലൊരു അസറ്റ് ഉള്ളതായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇവിടെ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ പർച്ചേസ്, അതായത് UK വെൻഡറിന് ഒരു മെഷീനറി കിട്ടിയതായിട്ടല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ റെസിഡൻ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി ടു എ UK വെൻഡർ ഫോർ ദ ഇന്ത്യൻ ഇമ്പോർട്ടർ. Once the payment is made, the Indian resident or the UK vendor neither owns nor is owned anything in the other country. അതായത് ഈ UK വെൻഡർ സാധനം കൊടുത്തു, അപ്പോൾ ഈ UK വെൻഡറിൻ്റെ എന്നിലും ചിന്തിക്കുമ്പം അയാൾക്ക് ഒരു അസറ്റ് കിട്ടുകയും വേറൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ഈ സാധനം ഇന്ത്യൻ റെസിഡൻറ്റിന് കൊടുത്തു, ഇന്ത്യൻ റെസിഡൻറ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്തി. അപ്പോൾ ഇന്ത്യൻ റെസിഡൻറ്റ് ആ സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഇന്ത്യൻ റെസിഡൻറ്റിനെ വെച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്ക് മറ്റേ കൺട്രിയിൽ ഒരു അസറ്റ് വാങ്ങിയിട്ടില്ല. പുള്ളി പുറത്തു നിന്ന് ഒരു അസറ്റ് വാങ്ങിയിട്ടും ലയബിലിറ്റി ഒന്നും ഈ പുള്ളിക്കില്ല. പിന്നെ UK വെൻഡറിനും പുറത്ത്, അതായത് ഇന്ത്യയിൽ ഒരു അസറ്റും ഇല്ല, ഇന്ത്യയിൽ ഒരു ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് പറയാൻ പറ്റും ഹെൻസ് ഈസ് എ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് വേറൊരു രാജ്യത്ത് അവർക്ക് രണ്ടുപേർക്കും അസറ്റ് ഇല്ല. കാരണം ഇന്ത്യൻ റെസിഡൻറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഇന്ത്യയിലാണ് പുള്ളിയുടെ അസറ്റ്, അപ്പം മറ്റൊരു രാജ്യത്ത് അയാളുടെ അസറ്റ് ഇല്ല. അപ്പോൾ ഈ കേസിൽ ഇതൊരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ 2-3 എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ 4ഉം 5ഉം ഒക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. അതൊക്കെ ഏതൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയേണ്ടതാണ്. നമുക്കൊന്നുകൂടി നോക്കാം. അടുത്ത എക്സാമ്പിൾ 4 നോക്കാം. ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് ഇമ്പോർട്ട് മെഷീനറി ഫ്രം എ വെൻഡർ ഇൻ UK ഫോർ ഇൻസ്റ്റാളിങ് ഇൻ ഹിസ് ഫാക്ടറി ഓൺ എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 3 months. അതായത് UK നിന്ന് ഒരു മെഷീനറി വാങ്ങിച്ചു, ക്രെഡിറ്റ് പീരീഡ് ഒരു 3 മാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ റെസിഡൻറ്റ് ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്തത്. As per accounts and income tax law, the credit period of 3 months, there is a liability of the Indian importer to the UK vendor. അതായത് 3 മാസത്തെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ റെസിഡൻറ്റ് ഇങ്ങോട്ടേക്ക് UK നിന്നൊരു മെഷീനറി കൊണ്ടുവന്നത്. അപ്പം ഈ കേസിൽ ഈ നമ്മുടെ ഇന്ത്യൻ റെസിഡൻറ്റ് ഇതൊരു ലയബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ടെക്നിക്കലി അണ്ടർ ഫെമ ഓൾസോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇൻകം ടാക്സ് ലോയിലും ഇതൊരു ലയബിലിറ്റി തന്നെയാണ്, ഫെമയുടെ കേസിലും ഇതൊരു ലയബിലിറ്റി തന്നെയാണ്. കാരണം എൻ്റെ ഇന്ത്യൻ റെസിഡൻറ്റിന് പുറത്തുനിന്ന് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല, ക്രെഡിറ്റിൽ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം 3 മാസം കഴിയുമ്പോൾ ഇത് തിരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ലയബിലിറ്റി പുറത്ത് വെച്ച്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ലയബിലിറ്റി ഔട്ട്സൈഡ് ഇന്ത്യയിൽ
ഉണ്ടായതാണ് എന്നാണ് പറയുന്നത് ഫെമയിൽ. ഹൗവർ അണ്ടർ ഡെഫിനേഷൻ ഓഫ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് short-term banking and credit facilities in the ordinary course of business are considered as the current account transaction. Hence, import of machinery on credit terms is current account transaction. നമ്മൾ പറഞ്ഞു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ ഡെഫിനേഷനിൽ ആദ്യമേ പറഞ്ഞായിരുന്നു കുറച്ച് പോയിൻറ്റ്സ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഷോർട്ട് ടൈം ബാങ്കിങ് ഫെസിലിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പം ഈ കേസിൽ ക്രെഡിറ്റിലാണ് ഈ സാധനം ഇന്ത്യൻ റെസിഡൻറ്റ് വാങ്ങുന്നത് പുറത്ത് ഔട്ട്സൈഡിൽ ഇന്ത്യയിൽ നിന്ന്. അപ്പം ഇതൊരു ക്രെഡിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്, ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ 5 നോക്കാം. എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ട്രാൻസ്ഫർ $1,000 ടു ഹിസ് NRI ബ്രദർ ഇൻ ന്യൂയോർക്ക് ആസ് എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ റെസിഡൻറ്റ് അയാളുടെ ഒരു NRI ബ്രദർ ന്യൂയോർക്കിലുണ്ട്, ഒരു $1,000 1,000 കൊടുത്തു. The funds are sent from a PRI's Indian bank account to the NRI's bank account in New York. അത് PRI എന്ന് പറഞ്ഞാൽ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അയാളുടെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അയാളുടെ ബ്രദറിൻ്റെ NRI ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അണ്ടർ അക്കൗണ്ട് ആൻഡ് ഇൻകം ടാക്സ് ലോ ഗിഫ്റ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. അതായത് അക്കൗണ്ട്സിൽ ഇൻകം ടാക്സിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അണ്ടർ ഫെമയിലാണെങ്കിൽ വൺസ് ദ ഗിഫ്റ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദി NRI, no one owns or owes anything to anyone in India or USA, the transaction is over, hence it is a current account transaction. ഫെമയിൽ ഒരാൾ ഗിഫ്റ്റ് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾ ആ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നോ വൺ ഓൺസ് ഓർ ഓഫ്സ് എനിത്തിങ് ടു എനിവൺ ഇൻ ഇന്ത്യ ഓർ USA. അതായത് ഗിഫ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് ആരും അത് ഓൺ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്തില്ല, പുറത്തു നിന്നാണെങ്കിലും. അതായത് വേറെ ലൈബിലിറ്റി ആയിട്ടൊന്നും കാണില്ല. അപ്പോൾ ആ ട്രാൻസാക്ഷൻ തീർന്നു, ഗിഫ്റ്റ് കൊടുത്തു, അതോടെ തീർന്നു. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് കൊടുത്തു, അതോടെ അത് തീർന്നു. അതെല്ലാം ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെയുണ്ട് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഗിഫ്റ്റിൻ്റെ കേസിൽ ചില റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഷെഡ്യൂൾ 1. അതായത് ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ ഒരു ഷെഡ്യൂൾ 1 ഉണ്ട്. അതിൽ റൂൾ 3 എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം. അതായത് ചില ട്രാൻസാക്ഷൻസ് ഫോർ ഡ്രോവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് പ്രൊഹിബിറ്റഡ്. അതായത് ഈ കറണ്ട് അക്കൗണ്ടിൽ ഈ ഷെഡ്യൂൾ 1 ചില ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് റെമിറ്റൻസ് ഔട്ട് ഓഫ് ലോട്ടറി വിന്നിങ്സ്. അതായത് ഈ ലോട്ടറി വിന്നിങ്സ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ലോട്ടറി അടിച്ച് അതിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചിലത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസാണ് ലോട്ടറി വിന്നിങ്സിൽ നിന്ന് കിട്ടിയത് ക്യാഷ് ഒന്നും നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കേസ് റെമിറ്റൻസ് ഓഫ് ഇൻകം ഫ്രം റേസിംഗ്, റൈഡിങ് എക്സെട്ര ഓർ എനി അതർ ഹോബി. അതായത് എന്തെങ്കിലും റേസിംഗ് നടത്തി, ഇല്ലെങ്കിൽ റൈഡിങ് നടത്തി, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോബിയൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഇൻകം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നത്തെ കേസാണ് റെമിറ്റൻസ് ഫോർ പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്, ബാൻഡ്, പ്രിസ്ക്രൈബ്ഡ് മാഗസിൻസ്, ഫുട്ബോൾ പൂൾസ്, സ്വീപ് സ്റ്റേക്സ് എക്സെട്ര. അതായത് എന്തെങ്കിലും ലോട്ടറി ടിക്കറ്റ് വാങ്ങുക, അതായത് പുറത്തുനിന്ന് ഇവിടുന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ബാൻഡ്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മാഗസീൻസ്, ഫുട്ബോൾ പൂൾസ്, ലോട്ടറി ടിക്കറ്റ് ഇതൊന്നും വാങ്ങാനായിട്ട് പറ്റത്തില്ല. ഇന്ത്യയിൽ എന്തെങ്കിലും ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫോറിനിലെ ലോട്ടറി മാഗസിൻസ് അതൊന്നും വാങ്ങാനായിട്ട് നമ്മുടെ ഈ ക്യാഷ് വെച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ക്യാഷ് വെച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത കേസാണ് പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഓൺ എക്സ്പോർട്ട് മെയ്ഡ് ടുവാർഡ്സ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ ഹോളി ഓൺഡ് സബ്സിഡറി എബ്രോഡ് ഓഫ് ഇന്ത്യൻ കമ്പനീസ്. അതായത് ഈ നമ്മൾ എക്സ്പോർട്ട് സംഭവം ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ്, നമ്മൾ പേയ്മെൻറ്റ് കമ്മീഷൻ കൊടുക്കും ചില കേസസിൽ. അതായത് ഇന്ത്യൻ കമ്പനിക്ക് ഒരു എബ്രോഡിൽ ഒരു ജോയിൻറ്റ് വെഞ്ചറോ ഹോളി ഓൺഡ് സബ്സിഡിയറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ എക്സ്പോർട്ട് നടത്താനായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് ഒരു എക്സ്പോർട്ട് നടത്തുവാണ്. അതിപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹോളി ഓൺഡ് സബ്സിഡറി ഔട്ട്സൈഡിലുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുക്കണം.
അപ്പോൾ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അത് ഗവൺമെൻറ് പറയുന്ന ചില റേറ്റിലേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ കേസിലൊക്കെ അവരുടെ അപ്രൂവൽ വേണം. അപ്പം ഇങ്ങനത്തെ കേസിൽ അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് ഡിവിഡൻഡ് ബൈ എനി കമ്പനി ടു വിച്ച് ദ റിക്വയർമെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ബാലൻസിങ് ഈസ് ആപ്ലിക്കബിൾ. അതായത് ഡിവിഡൻഡ് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു സ്കീം, ഒരു സംഭവം അതുള്ളവർക്ക് ഈ ഡിവിഡൻഡ് ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ഡിവിഡൻഡ് ബാലൻസിങ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയിൽ വന്നിട്ട് ഒരു ഫോറിൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഫുൾ ഡിവിഡൻഡ് ഈ NR കമ്പനിക്ക്, അതായത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഈ ഔട്ട്സൈഡ് ഫോറിൻ കമ്പനിക്ക് ഈ ഫുൾ ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് അവരുടെ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതിൽ ചെറിയൊരു പാർട്ട് മാത്രമേ ഡിവിഡൻഡായിട്ട് അവർക്ക് അവരുടെ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ബാക്കി പാർട്ട് ക്യാഷ് അത് ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്യണം. അതിനെയാണ് ഈ ഡിവിഡൻഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിവിഡൻഡ് ബാലൻസിങ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനിക്ക് ഈ ഡിവിഡൻറ്റിൻ്റെ റെമിറ്റൻസ് അത് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല, എന്നാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കേസാണ് പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഓൺ എക്സ്പോർട്ട് അണ്ടർ റുപ്പി സ്റ്റേറ്റ് ക്രെഡിറ്റ് റൂട്ട് എക്സ്പെക്ട് കമ്മീഷൻ അപ് ടു 10% ഓഫ് ഇൻവോയ്സ് വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഓഫ് ടീ ആൻഡ് ടുബാക്കോ. അതായത് ഈ റുപ്പി സ്റ്റേറ്റ് ക്രെഡിറ്റ് റൂട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിൻ്റെ അണ്ടറിലുള്ള കമ്പനികൾക്ക് അതിൻ്റെ അടിയിൽ നടക്കുന്ന എക്സ്പോർട്ടിനൊന്നും കമ്മീഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ടീ, ടുബാക്കോ ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് 10% വരെ കമ്മീഷൻ കൊടുക്കാൻ പറ്റും. അതായത് ടീ, ടുബാക്കോയുടെ മാത്രം കേസിൽ എക്സ്പോർട്ട് നടത്തിയാൽ 10% കമ്മീഷൻ കൊടുക്കാൻ പറ്റും. അല്ലാത്ത ഒരു കേസിലും നമുക്ക് ഈ കമ്മീഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, അവരെല്ലാം ആ എക്സ്പോർട്ടെല്ലാം റുപ്പി സ്റ്റേറ്റ് ക്രെഡിറ്റ് റൂട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു അണ്ടറിലായതുകൊണ്ടാണ്. പിന്നെ പേയ്മെൻറ്റ് റിലേറ്റഡ് ടു കോൾ ബാക്ക് സർവീസ് ഓഫ് ടെലിഫോൺ, ഇതും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിന് കോൾ ബാക്ക് സർവീസസ് ഓഫ് ടെലിഫോണിൻ്റെ പേയ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കോൾ ബാക്ക് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലോട്ടൊക്കെ ഫോറിനേഴ്സിനെ വിളിക്കാനായിട്ട് വലിയ ക്യാഷ്, അതിൻ്റെ പേയ്മെൻറ്റ് വലിയ എമൗണ്ട് ഒന്നും വരത്തില്ല. സോ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെസിഡൻസ് ക്യാഷ് ഔട്ട്സൈഡിലുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യും. അതായത് ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് ഇന്ത്യൻ റെസിഡൻറ്റ് ഫോറിനേഴ്സിന് ക്യാഷ് കൊടുക്കും. അപ്പോൾ അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് കേസാണ് റെമിറ്റൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ഹെൽഡ് ഇൻ നോൺ റെസിഡൻറ്റ് സ്പെഷ്യൽ റുപ്പി സ്കീം അക്കൗണ്ട്. അതായത് ഈ നോൺ റെസിഡൻറ്റ് സ്പെഷ്യൽ റുപ്പി സ്കീം അക്കൗണ്ട് എന്ന് പറയുന്നത് മെയിൻലി ഈ നോൺ റെസിഡൻറ്റിനുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഈ നോൺ റെസിഡൻറ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിൽ ക്യാഷ് ഇട്ടു. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കും. സാധാരണയായിട്ട് നമുക്ക് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഇവരുടെ ഈ ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പം ഈ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ ഈ നോൺ റെസിഡൻറ്റിന്, ആ കിട്ടിയ ഇൻട്രസ്റ്റ് ഫോറിൻ കറൻസി ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ നോൺ റെസിഡൻറ്റിന് പറ്റത്തില്ല. അപ്പം ഇൻട്രസ്റ്റ് കിട്ടും, അത് കുഴപ്പമില്ല. പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടിയതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്കത് ഫോറിൻ കറൻസി ആക്കി കൺവേർട്ട് ചെയ്ത് അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 1 ചില കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഇതിൽ പറഞ്ഞേക്കുന്ന ചില കേസസ്. ഇനി ഷെഡ്യൂൾ 2 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ടേബിളിലാണ്. അതായത് ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം. അപ്പോൾ എന്തൊക്കെ കേസിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണ്ടിയതെന്നാണ്. അതായത് ചില കേസുകളിൽ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കൾച്ചറൽ ടൂർ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെമിറ്റൻസ് സംഭവങ്ങളൊക്കെ നടത്തണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറിൻ്റെ അപ്രൂവൽ വേണം. പിന്നെന്താണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഫോറിൻ പ്രിൻറ്റ് മീഡിയ for the purpose other than promotion of tourism, foreign investment and international bidding exceeding $10,000 by a state government and its public sector undertakings. അതായത് ഫോറിൻ പ്രിൻ്റ് മീഡിയയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നടത്തുമല്ലോ. അപ്പോൾ അങ്ങനെ നടത്തണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? മിനിസ്ട്രി ഓഫ് സർവീസ് ട്രാൻസ്പോർട്ടിൻ്റെ അപ്രൂവൽ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിൻ്റെ ആണ് അപ്രൂവൽ വേണ്ടിയത്. അത് പിന്നീട് കേസ് കൂടി പറയുന്നുണ്ട്. അതർ ദാൻ പ്രൊമോഷൻ ഓഫ് ടൂറിസം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിഡിങ് ആയിരിക്കണം. അതായത്
ഈ ഫോറിൻ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നടത്താം. പക്ഷേ ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ബിഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അഡ്വർടൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് PSUs. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവരുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സോ ആയിരിക്കണം ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അത് ഈ കാര്യങ്ങൾ 3 കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാനായിരിക്കില്ല. അതൊഴിച്ച് വേറെ എന്ത് കാര്യങ്ങളും ഫോറിൻ പ്രിൻറ്റ് മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ $10 ഒരു 10,000 rupees എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാതെ $10 ഒരു 10,000 rupeesനേക്കാൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങണം. ഇനി അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് വെസൽ ചാർട്ടഡ് ബൈ എ PSUs. അതായത് ഈ PSUs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. ഇവിടെ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു PSUs വല്ലതും ഒരു ഷിപ്പിൽ എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഫ്രൈറ്റ് ചാർജസ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രൈറ്റ് ചാർജസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആരുടെ അപ്രൂവൽ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ടിൻ്റെ അപ്രൂവൽ വാങ്ങണം. ഇനി അടുത്ത കേസാണ് പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ത്രൂ ഓഷ്യൻ ട്രാൻസ്പോർട്ട് ബൈ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ PSU ഓൺ എ CIF ബേസിസ് അതർ ദാൻ FOB ആൻഡ് FAS ബേസിസ്. അതായത് FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ്. അപ്പം ഈ FOBയും FAS ബേസിസ് അല്ലാത്ത കേസസിൽ, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ PSUസോ ഒക്കെ ഒരു ഓഷ്യൻ ട്രാൻസ്പോർട്ട് നടത്തി, അതായത് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ കടൽ വഴി എന്തെങ്കിലും ഇമ്പോർട്ടോ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് കൊടുക്കണമല്ലോ. അപ്പോൾ ഗവൺമെൻറ്റോ PSUസോ വല്ലതും ഓഷ്യൻ ട്രാൻസ്പോർട്ട് നടത്തി അതിന് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു അപ്രൂവൽ വാങ്ങണം. അടുത്ത കേസാണ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് മേക്കിംഗ് റെമിറ്റൻസ് ടു ദർ ഏജൻറ്റ് എബ്രോഡ്. ഈ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരൊരു കമ്പനി ആകാം, ഇല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീസ് ആകാം. അവർ മൾട്ടിപ്പിൾ മോഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ മൾട്ടിപ്പിൾ മോഡൽ ഓഫ് ട്രാൻസ്പോർട്ട് അതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഏജൻറ്റ്സ് എബ്രോഡിലാണെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുക്കണമല്ലോ ഇതെല്ലാം ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ ക്യാഷ് കൊടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്, അത് ചെയ്യാനായിട്ട് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ അപ്രൂവൽ വാങ്ങണം. അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് ഹയറിംഗ് ചാർജസ് ഓഫ് ട്രാൻസ്പോണ്ടേഴ്സ് ബൈ TV ചാനൽ. നെക്സ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നമ്മുടെ ഇന്ത്യയിൽ ഔട്ട്സൈഡേഴ്സ് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് ഔട്ട്സൈഡേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കണം. അല്ലാതെ ചുമ്മാ ഒന്നും നമുക്ക് പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഏതാ? ഫോറിൻ എക്സ്ചേഞ്ച് വഴിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അപ്രൂവൽ നമ്മൾ വാങ്ങണം. എന്നാലേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് കണ്ടെയ്നർ ഡിറ്റൻഷൻ ചാർജസ് എക്സീഡിംഗ് ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ വാങ്ങുക മീൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതൊക്കെ നടത്തി. അപ്പോൾ പുറത്തുനിന്ന് നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്തു, അത് വന്നത് ഒരു കണ്ടെയ്നറിലാണ് വന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഈ കണ്ടെയ്നർ വഴി സൂക്ഷിച്ച് വെക്കുന്നതിന് ചില ഫീസ് കൊടുക്കണം. ആ ഫീസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കണ്ടെയ്നറിന് ഫീസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഫീസ് കൊടുക്കുന്നതിന് നമുക്ക് മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു അപ്രൂവൽ വാങ്ങണം. അതായത് ഇപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊരു കാര്യം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യം, ഇപ്പം നമ്മളെന്താ ഇസ്രായേലിൽ നിന്നോ അല്ലെ നമ്മൾ ഓയിലോ എന്തെങ്കിലും ഇല്ലേ സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ പെട്രോൾ, ഡീസൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇതൊക്കെ വരുന്നത് എന്താ? ഒരു കണ്ടെയ്നറിലാണ്. അപ്പം ആ രാജ്യം പറയണത് ഇപ്പോൾ ഒരു 5% നമുക്ക് തരണം. 5% ആണ് അവരുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 4% ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ മറ്റേ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഒരു 4% ആണ്. പക്ഷേ നമ്മളോട് സൗദി അറേബ്യ ഒക്കെ പറയുന്നത് ഒരു 5% തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സീഡ് ചെയ്തിട്ടുണ്ട്. 4ൽ നിന്ന് 5 ആയിട്ട് എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സീഡ് എമൗണ്ട് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു അപ്രൂവൽ വാങ്ങണം. അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് പ്രൈസ് മണി സ്പോൺസർഷിപ്പ് ഓഫ് സ്പോർട്സ് ആക്ടിവിറ്റീസ് എബ്രോഡ് ബൈ എ പേഴ്സൺ അതർ ദാൻ ഇൻ്റർനാഷണൽ national state level sport bodies if the amount involved exceed $10 lakh. 1 lakh. അപ്പോൾ $1 lakhനേക്കാളും കൂടുതൽ രൂപ എക്സീഡ് ചെയ്തിട്ടുള്ള കേസാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം ഈ പുറത്ത് എബ്രോഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഡിവിജ്വലിന് നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പം പ്രൈസ് മണി ആയിട്ടോ അല്ലെങ്കിൽ ആ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസ് സ്പോൺസർ ചെയ്യാനായിട്ട് $1 1 lakhനേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അപ്രൂവൽ വാങ്ങണം. പിന്നെ ഇത് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ലെവൽ സ്പോർട്ട് ബോഡീസ് ആയിരിക്കരുത്. ആ കേസിലാണ് ഇത് പറയുന്നത്.
പിന്നെ അടുത്ത കേസാണ് റെമിറ്റൻസ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് P&I ക്ലബ്ബ്. അതായത് P&I ക്ലബ്ബിൽ അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് കൊടുക്കുന്ന ക്യാഷ്, അതിനൊക്കെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെയൊക്കെ അപ്രൂവൽ വാങ്ങണം. ഇനി അടുത്ത കേസ് ഷെഡ്യൂൾ 3 ചില കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വേണം, ഇങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് സംഭവമൊക്കെ നടത്താനായിട്ട്. അപ്പം ഇൻഡിവിജ്വലിന് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങനെ നടത്താനായിട്ട് പറ്റും. അതായത് $, ഒരു 2,50,000 rupees വരെ ഇൻഡിവിജ്വൽസിന് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നടത്താൻ പറ്റും. അതിന് ആരുടെയും അപ്രൂവലൊന്നും വേണ്ട, RBIയുടെ അപ്രൂവലൊന്നും വേണ്ട. പക്ഷേ ഈ 2,50,000 rupeesനേക്കാളും എക്സീഡ് രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വേണം. അപ്പോൾ ഏതൊക്കെ കേസിലാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അപ്രൂവൽ വാങ്ങേണ്ട ചില കേസസ് ആണ് ഈ താഴെ പറയണത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈവറ്റ് വിസിറ്റ് ടു എനി കൺട്രി എക്സ്പെക്ട് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. അതായത് നേപ്പാളും ഭൂട്ടാനും ഒഴികെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പ്രൈവറ്റ് വിസിറ്റ് നടത്താം, അതിന് കുഴപ്പമില്ല. അപ്പം 2,50,000 വരെ കുഴപ്പമില്ല, ആർക്കും ഇൻഡിവിജ്വലിന് എക്സ്ചേഞ്ച് നടത്താം. ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്ന കേസാണ് പറയുന്നത്. പിന്നെ ഗിഫ്റ്റ് ഓർ ഡൊണേഷന് നമുക്ക് എന്താണ് 2,50,000 വരെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് RBIയുടെ അപ്രൂവൽ വേണ്ടിയത്. ഇനി ഗോയിങ് അബ്രോഡ് ഫോർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇമിഗ്രേഷന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് എബ്രോഡ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ കോൺഫറൻസോ ട്രെയിനിങ്ങോ ഒക്കെ, ഇല്ലെങ്കിൽ എന്താ മെഡിക്കൽ എക്സ്പെൻസസ് പുറത്ത് വെച്ച് നടക്കുന്ന എന്തെങ്കിലും മീറ്റിങ്ങിനോ ഒക്കെ പോയാൽ, പിന്നെ മെഡിക്കൽ എക്സ്പെൻസസിന് പിന്നെങ്കിൽ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ അറ്റൻഡൻ്റ് ആയിട്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെക്കപ്പിനോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ പോകാൻ പറ്റും. 2,50,000 വരെ ഒരു കുഴപ്പമില്ല. അതിൽ എക്സീഡ് ചെയ്തിട്ടുള്ള കേസിലാണ് RBIയുടെ അപ്രൂവൽ വേണ്ടിയത്. പിന്നെ എക്സ്പെൻസസ് കണക്ഷൻ വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എബ്രോഡ്, സ്റ്റഡീസ് എബ്രോഡ്, പിന്നെ മറ്റ് അതർ കറണ്ട് ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അതുവരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അല്ലാത്ത കേസിൽ അപ്പോൾ ഇത്ര കൊടുത്താൽ മതി. 2,50,000 വരെ ഒരു കുഴപ്പമില്ല. അതിൽ എക്സീഡ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വേണം. പിന്നെ കൺട്രിയുടെ കാര്യത്തിൽ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ പ്രത്യേകം നോട്ട് ചെയ്യണം. MCക്കോ വല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കണം. പിന്നെ ഇതിലൊക്കെ പറയുന്ന ചില കേസാണ് പറയുന്നത്. ഇനി RBIയുടെ അപ്രൂവൽ വാങ്ങാത്ത ചില കേസസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 4, 7, 8 ചില കാര്യങ്ങൾ. 4 എന്താണ് പറയുന്നത്? ഇമിഗ്രേഷൻ. പിന്നെ ഏതാണ് 7 എന്താണ് പറയുന്നത്? എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എബ്രോഡ്. പിന്നെ 8 അതായത് സ്റ്റഡീസ് എബ്രോഡ്. ഈ 3 കാര്യങ്ങളും 2,50,000 കൂടിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ 3 കേസസ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ അണ്ടറിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 2,50,000 മണ്ടയിൽ എക്സീഡ് ചെയ്താലും കുഴപ്പമില്ല, RBIയുടെ അപ്രൂവലിൻ്റെ കേസിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സ്റ്റഡി അബ്രോഡിൽ, അതായത് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ വിദേശത്തോട്ട് പോവുക. അപ്പം ഇപ്പോൾ നമുക്കറിയാം ചില കേസുകൾ കാനഡ, UK ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ ഇത്ര രൂപ വേണമെന്ന് അവർ പറയും. അപ്പം എന്തായാലും $, 2,50,000 മണ്ടയിൽ പോകുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ കാശിനേക്കാളും കൂടുതൽ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രാജ്യത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ രാജ്യം പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ കേസിൽ 2,50,000 കൂടിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കേസാണ് എന്താണ്, പിന്നെ പറയുന്നുണ്ട് ഹൂ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് പെർമനൻ്റ്ലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഒരു ഇന്ത്യൻ റെസിഡൻറ്റ്, അതായത് നേരത്തെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ റെസിഡൻ്റ് അല്ല. അപ്പോൾ അവരുടെ ചില കേസസിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. അതായത് എ സിറ്റിസൺ ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് അതർ ദാൻ പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനിലെ സിറ്റിസൺ അല്ലാത്തവർ മറ്റേതെങ്കിലും രാജ്യത്തിലെ സിറ്റിസൺ ആണെങ്കിൽ, പിന്നെ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂ ഈസ് ഓൺ ഡെപ്യൂട്ടേഷൻ ടു ദ ഓഫീസ് ഓർ ബ്രാഞ്ച് ഓഫ് ഫോറിൻ കമ്പനി ഓർ സബ്സിഡറി ഓർ ജോയിൻറ്റ് വെഞ്ചർ ഇൻ ഇന്ത്യ ഓഫ് ഫോറിൻ കമ്പനി. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു, പുള്ളി ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഫോറിൻ കമ്പനിക്ക് പോയി, ഇല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വെഞ്ചറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനികളോ ഇന്ത്യയിലുണ്ട്, ഒരു ഫോറിൻ കമ്പനിയുടെ ജോയിൻറ്റ് വെഞ്ചറോ അല്ല ഇന്ത്യയിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുറത്തുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഈ 2 പേർക്കും ചില എക്സംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവരുടെ സാലറി എത്രയാണോ കിട്ടുന്നത് അത്ര വരെ അവർക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട്, അത്ര വരെ അവർക്ക് റെമിറ്റൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം സാലറി 2,50,000 കൂടുതൽ രൂപ ഇപ്പോൾ ഇവിടെ സാലറി ഉണ്ട്. അതായത് പുറത്തുനിന്നുള്ള ഒരാൾ ഇന്ത്യയിൽ ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വന്നു. അയാൾ നേരത്തെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ റെസിഡൻ്റ് അല്ല. പിന്നെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് പാകിസ്ഥാനിലെ റെസിഡൻ്റ് ആയിരിക്കരുത്, സിറ്റിസൺ ആയിരിക്കരുത്. അപ്പോൾ ഈ ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ 2,50,000 rupees എന്ന് പറയുന്ന $, അത് കേസസ് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇവർക്ക് എത്രയാണോ നെറ്റ് സാലറി കിട്ടുന്നത്, അതായത് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സും PF കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മറ്റ് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള
നെറ്റ് സാലറി എത്രയാണോ കിട്ടുന്നത് അത്ര വരെ അവർക്ക് റെമിറ്റൻസ് ചെയ്യാം. അവർക്കും ഈ 2,50,000 നോക്കണ്ട. അപ്പോൾ 2 പേർക്കാണ് കാര്യം പറഞ്ഞത്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ പോയിൻറ്റ്സിലെ പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, പിന്നെ ഇമിഗ്രേഷൻ, പിന്നെ മറ്റേ എബ്രോഡിൽ എന്തെങ്കിലും എക്സ്പെൻസസ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും 2,50,000 നോക്കണ്ട എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇതിൽ കണ്ടില്ലേ, for the purpose of this item, a person resident in India on account of his employment or reputation of a specified duration, irrespective of length thereof, or for a specific job or assignments, the duration of it does not exceed 3 years. അതായത് അവരുടെ ഈ കാലയളവെന്ന് പറയുന്നത് 3 ഇയേഴ്സിൽ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇവരൊരിക്കലും റെസിഡൻറ്റ് ആയിരിക്കില്ല, പെർമനൻ്റ്ലി റെസിഡൻ്റ് അല്ല, ബട്ട് നേരത്തെ നമ്മുടെ റെസിഡൻ്റ് ആയിരുന്നു. ഇവരുടെ കേസാണ് പറയുന്നത്. ഇവരുടെ ഈ 2,50,000 എന്ന് പറയുന്നത് ഈ കേസ് നോക്കുന്നത് ഡസ് നോട്ട് എക്സീഡ് 3 ഇയേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഇൻഡിവിജ്വൽ അല്ലാത്ത ചില കേസസിൽ, അതർ ദാൻ ഇൻഡിവിജ്വലിനും ചില ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ RBIയുടെ ചില അപ്രൂവൽ വേണ്ടിയ ചില കേസസൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതല്ല, ഇൻഡിവിജ്വലിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് RBIയുടെ നിന്ന് അപ്രൂവൽ വാങ്ങേണ്ട കേസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ അല്ലാത്തവർക്കും ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നോക്കി, donation for creation of chairs in reputed educational institutions, then a contribution to funds promoted by education institution, contribution to technical institutional body or association in the field of activity of the donor company. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും ചെയർസൊക്കെ സ്പോൺസർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡോണർ കമ്പനിയുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ടുള്ള കേസിൽ ഇതിൽ ഡൊണേഷൻ കൊടുത്തിട്ടുള്ള ആ ഫീസ് എന്ന് പറയുന്നത് എക്സീഡിങ് 1% ഓഫ് ദെയർ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. അതായത് ഈ കൊടുത്ത വ്യക്തിയുടെ പ്രീവിയസിൽ 3 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് കിട്ടിയിട്ടുള്ള അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സിൻ്റെ 1%-നേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ $1 ഒരു 50 lakh വിച്ച് എവർ ഈസ് ലെസ്, ഈ കേസിൽ നമുക്ക് RBIയുടെ അപ്രൂവൽ വാങ്ങണം. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ ആണ് കമ്മീഷൻ പെർ ട്രാൻസാക്ഷൻ ടു ഏജൻറ്റ്സ് എബ്രോഡ് ഫോർ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് ഓർ കൊമേഴ്ഷ്യൽ പ്ലോട്ട്സ് ഇൻ ഇന്ത്യ എക്സീഡിങ് $25,000 or 5% ഓഫ് ദി ഇൻവാർഡ് റെമിറ്റഡ് വിച്ച് ഈസ് മോർ. അതായത് ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരുടെ അവരുടെ ഇവിടെ ഇന്ത്യയിൽ അവരുടെ റെസിഡൻഷ്യൽ ഹൗസോ ഫ്ലാറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പ്ലോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിൽക്കാനായിട്ട് ഒരു ഏജൻസിനെ സമീപിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുക്കും. അപ്പോൾ പെർ ട്രാൻസാക്ഷന് $25,000 ഒരു 25,000 എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരുടെ ഇൻവാർഡ് റെമിറ്റൻസ് ഒരു 5% ആണെങ്കിൽ, അതിലേതാണോ കൂടുതൽ വരുന്ന സിറ്റുവേഷനിൽ അവർക്ക് RBIയുടെ അപ്രൂവൽ വാങ്ങണം. ഇനി അടുത്ത കേസാണ് റെമിറ്റൻസ് എക്സീഡിങ് 1 crore പെർ പ്രൊജക്ട് ഫോർ കൺസൾട്ടൻസി സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസിൽ അവർക്ക് കൺസൾട്ടൻസി സർവീസിന് വേണ്ടിയിട്ട് ഒരു 1 crore-നേക്കാളും കൂടുതൽ രൂപ പെർ പ്രോജക്റ്റാണ് ഈ കേസിൽ. അപ്പോൾ അങ്ങനെ 1 crore-നേക്കാളും കൂടുതൽ രൂപ ഈ കേസിൽ കൺസൾട്ടൻസി സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ $10 ഒരു 10 lakh rupees പെർ പ്രോജക്റ്റ് ഫോർ അതർ കൺസൾട്ടൻസി സർവീസസ്. ഒന്ന് പറഞ്ഞു, ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടൻസി സർവീസസ് ഒരു 1 crore-നേക്കാളും കൂടുതൽ പെർ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റ് കൺസൾട്ടൻസി സർവീസിന് വേണ്ടിയിട്ട് ഒരു 10 lakh rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ കേസിലും RBIയുടെ അപ്രൂവൽ വേണം. അടുത്ത കേസാണ് റെമിറ്റൻസ് എക്സീഡിങ് 5% ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഓർ $1 lakh which is higher by an entity in India by way of reimbursement of pre-incorporation expenses. അതായത് ഇന്ത്യയിലുള്ളൊരു എൻറ്റിറ്റി അവരുടെ പ്രീ ഇൻകോപ്പറേഷൻ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും റെമിറ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 5%-നേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ $1 ഒരു 1 lakh ഇതിലേതാണ് കൂടുതൽ, ഈ കേസിൽ അതായത് ഈ പൈസ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലുള്ള ഒരു എൻറ്റിറ്റിയുടെ പ്രീ ഇൻകോപ്പറേഷൻ എക്സ്പെൻസസ് റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിലും RBIയുടെ അപ്രൂവൽ വാങ്ങണം. അപ്പോൾ അതർ ദാൻ ഇൻഡിവിജ്വലിൽ RBIയുടെ അപ്രൂവൽ വാങ്ങേണ്ട ചില കേസസാണ്, ചില ഡൊണേഷൻ്റെ കേസസാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ്സ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. പിന്നെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ദ പ്രൊസീജിയർ ഫോർ ഡ്രോവൽ ഓർ റെമിറ്റൻസ് ഓഫ് എനി ഫോറിൻ എക്സ്ചേഞ്ച് അണ്ടർ ദിസ് ഷെഡ്യൂൾ ഷാൾ ബി സെയിം ആസ് ആപ്ലിക്കബിൾ ഫോർ റെമിറ്റിംഗ് എനി എമൗണ്ട് അണ്ടർ ദ സെറ്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതിലെ കാര്യങ്ങൾക്കും ഈ ഷെഡ്യൂൾ 3-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ സെയിം ആപ്ലിക്കബിലിറ്റി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് റീഡ് ചെയ്യുക. പിന്നെ താഴെ കണ്ടില്ലേ, ഇഫ് ദ ട്രാൻസാക്ഷൻസ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ എനി ഓഫ് ദ എബോവ് 3 ഷെഡ്യൂൾസ് ഇറ്റ് ക്യാൻ ബി ഫ്രീലി അണ്ടർടേക്കൻ. ഈ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊന്നും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. താഴെ കൊടുത്തിട്ടുണ്ട് ചില എക്സംഷൻസ്. റെമിറ്റൻസ് ഫ്രം RBSC അക്കൗണ്ട്, എക്സംഷൻ ഫോർ റെമിറ്റൻസ് ഫ്രം EFC അക്കൗണ്ട്. അതായത് ഇതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് RFC അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യാനും EFC അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യാനും ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്.
അപ്പം ഈ ഷെഡ്യൂളിൽ പറയാത്ത കാര്യങ്ങളൊക്കെ ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വെക്കുക.